ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. മട്ടൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മട്ടൻ നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ബിരിയാണി പീസിന് വേണ്ടിയിട്ടാണ് മുറിച്ചെടുത്തേണേ. ഇതിപ്പോൾ 1.5 കിലോ മട്ടൻ ഉണ്ടാവുമേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ആദ്യം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി മട്ടൺ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മസാല തിരുമ്മി പിടിപ്പിച്ചൊരു 10-20 മിനിറ്റ് വെക്കണം. അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കട്ടെ. നന്നായിട്ട് മസാലയൊക്കെ ഈ ഇറച്ചിയിലോട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം ആദ്യം. അപ്പോൾ ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. ഇതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി നമുക്ക് വെള്ളത്തിലിടാം കേട്ടോ. ഞാൻ നീണ്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിൽ അളന്നെടുക്കണം. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. കാരണം വെള്ളം ചേർക്കുമ്പോഴേ അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് കറക്റ്റ് അളവ് വേണം എടുക്കാൻ. ഗ്ലാസ് കഴുകിയതാട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ഇതിൻ്റെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു. 2 3. ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം വെള്ളത്തിലിട്ട്. ഒരു 5-8 കഴുകലേനും കഴുകണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തണം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുതിരട്ടെ. ഒരു 15 ചുവന്ന ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചാണ് നെടുക കീറിയിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ തക്കാളിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അവിടെ ഇരിക്കട്ടെ. ഒരു 5-10 വിസിൽ അടിക്കട്ടെ. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക പിന്നെ അതെല്ലാം അങ്ങ് ഇടുകയാണ്. ആ ഒരു മസാല ഉണ്ടല്ലോ അത്. ഒരല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി സവോള. ഇത് മതിയോ? അപ്പം 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 7 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സോക്കായിട്ടുണ്ട് റൈസ്. നമുക്ക് ഡ്രൈ ആക്കാം. ഇത് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം. ഇത് നാരങ്ങയുടെ നീരാണ് കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. റൈസ് ചേർക്കാം.
ഇതൊന്ന് നന്നായിട്ട് തിളക്കണേ അരി ഇട്ട് കഴിഞ്ഞ്, അതിന് ശേഷം അടച്ച് വെക്കാവുള്ളൂ. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഒന്ന് വേവട്ടെ. ആയിട്ടില്ല കേട്ടോ, വേവായിട്ടില്ല. ഒരുപാട് നമ്മൾ ഇതിനകത്ത് കുത്തി മറിക്കരുത്, കാരണം റൈസ് ഉടഞ്ഞു പോകും. അപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അവിടെ കിടക്കാം. എപ്പോൾ മസാല കൊതിപ്പിച്ച് വെച്ചേക്കാം അമ്മ. ഒരു 5-6 വിസിലും കൂടി അടിക്കണം. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് തൊടാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അപ്പം മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മട്ടൻ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മട്ടൻ്റെ. ഓ, ഭയങ്കര സ്മെല്ലാണേ വരുന്നത്. ഇതിനകത്തേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഫൈനൽ സ്റ്റേജിൽ കുറച്ച് നെയ്യ് കേട്ടോ. RKG നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ, അതിൽ കൂടുതലൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മസാല അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ നെയ്യ് വേറെ യൂസ് ചെയ്തിട്ടില്ല. അയ്വ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പം ഞാൻ മല്ലിച്ചിപ്പ് ചേർത്ത് ഇളക്കി വെച്ചിരുന്ന റൈസാണ് കേട്ടോ. അപ്പം മല്ലിയുടെ ഒക്കെ ഒരു മണമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ദമ്മിടണ്ട, കുറച്ച് റൈസ് മാത്രം നമുക്ക് ദമ്മിടാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്മെല്ലാണ് വരുന്നത്. ആവി കയറട്ടെ. സോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊട്ടിക്കാട്ടോ. നല്ല സ്മെല്ലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസോ അല്ലെങ്കിൽ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിടാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വറുത്തിടാത്തത്. നല്ലൊരു മണമൊക്കെ വരണ്ട കേട്ടോ. അയ്യ, കൂട്ടി ഒരുപാട് കുഴക്കരുത്, കാരണം റൈസ് ഉടഞ്ഞു പോകും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാകത്തിലെടുത്ത് കഴിക്കാം. അപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സലാഡോ അല്ലെങ്കിൽ പരിപ്പ് കറിയൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഡിന്നറാണിത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എനിക്ക് വായിന്ന് വെള്ളം വരുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ടാറ്റ ബൈ. ഓക്കെ, സീ യു.